മലയാളി പ്രേക്ഷകർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സിനിമ തന്നെയാണ് അത്ഭുതദ്വീപ്. അത്ഭുതദ്വീപിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വ്യത്യസ്തമാർന്ന കഥാപാത്രങ്ങളും കഥകളും എന്നാണ് പറയാൻ സാധിക്കുക. അതിലേറ്റവും കൂടുതൽ പ്രേക്ഷകർ എല്ലാവരും ഇപ്പോഴും ഓർക്കുന്നത് ജഗതി ശ്രീകുമാറും ജഗദീഷും പൃഥ്വിരാജിനുമൊക്കെയാണ്. ആ കഥാപാത്രങ്ങളൊന്നും പ്രേക്ഷകർക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകില്ല. അതുപോലെ നരഭോജികളായി എത്തുന്ന നല്ല ഉയരം കൂടിയ മറ്റ് രാജ്യക്കാർ, കടൽ കടന്നു വരുന്നവരുടെ കഥ പറയുന്ന ഈ സിനിമയിലെ പ്രധാന കഥാപാത്രമായിരുന്ന ഒരു താരമാണ് ഇപ്പോൾ അന്തരിച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ലോകത്തിന് തന്നെ പലപ്പോഴും എല്ലാവർക്കും അഭിമാനമായ താരം, മലയാളികളെ ഉൾപ്പെടെ എല്ലാവരെയും വിസ്മയിപ്പിച്ചൊരു താരം, കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ കമറുദ്ദീൻ അന്തരിച്ചിരിക്കുകയാണ്. വിവിധ ഭാഷകളിലായി 25ലേറെ സിനിമകൾ, കമൽഹാസൻ, രജനീകാന്ത് എന്നിവരോടൊപ്പം അഭിനയിച്ച വ്യക്തി. 61 വയസ്സായിരുന്നു അദ്ദേഹം അന്തരിക്കുന്ന സമയത്ത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആളെന്ന ബഹുമതി നേടിയ പാവറട്ടി സ്വദേശിയായ പണിക്കവീട്ടിൽ കമറുദ്ദീൻ പുഞ്ചിരിയോടെ അല്ലാതെ ആരെയും ഇതുവരെ ഒന്നും അഭിസംബോധന ചെയ്തിട്ടില്ല. സെറ്റുകളിലെല്ലാം തന്നെ പുഞ്ചിരിയോടെ എല്ലാവരെയും നേരിട്ടിരുന്നൊരു മനുഷ്യൻ, എല്ലാവരോടും നന്നായി ബഹുമാനത്തോടെ സംസാരിച്ചിരുന്നൊരു മനുഷ്യൻ. അങ്ങനെയല്ലാതെ കമറുദ്ദീനെ കുറിച്ച് ഓർക്കാൻ പോലും ആർക്കും സാധിക്കില്ല. മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലായിരുന്നു. കബറടക്കം നടത്തി. 7 അടി 2 ഇഞ്ചായിരുന്നു അദ്ദേഹത്തിന്റെ ഉയരം. മഞ്ഞപ്പിത്തമായിരുന്നപ്പോൾ തന്നെ അത് ദേഹമാസകലം വളർന്നു പിടിച്ചിരുന്നു. അതിവേഗമായിരുന്നു അതിന്റെ ബാക്ടീരിയ ഉള്ളിലേക്ക് കയറിയത്. അത്രമാത്രം വൈറൽ ഒരു പനിയായിരുന്നു അത്. ദേഹമാസകലം തളർന്നു പോകുന്ന രീതിയിലേക്കായിരുന്നു പോയിരുന്നത്. 7 അടി 2 ഇഞ്ച് ഉയരമായിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കബറടക്കുന്ന സമയം അത്രയും വലിയ കുഴിയെടുക്കുന്നതൊക്കെ തന്നെ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. അതിപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തിനും സുഹൃത്തുക്കൾക്കുമൊക്കെ വലിയ നോവായി മാറുകയാണ്. മഞ്ഞപ്പിത്തം ബാധിച്ചു എന്ന് പറഞ്ഞപ്പോൾ അധികം സീരിയസ് ആയി എടുത്തില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകാതെ ആദ്യമൊക്കെ മടിച്ചു. പിന്നീട് ആശുപത്രിയിൽ പോയി. അപ്പോഴാണ് ദേഹമാസകലം പടർന്നു പിടിച്ചു എന്ന് മനസ്സിലായത്. ഏറെ വൈകിപ്പോയി എന്നാണ് എല്ലാവരും പറഞ്ഞത്. ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തേക്കും ശരീരത്തിലാകെ പടർന്നു പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ടോൾമെൻ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിനാണ് സംസ്ഥാനത്തെ ഏറ്റവും ഉയരം കൂടിയ ആളായി കമറുദ്ദീനെ തിരഞ്ഞെടുത്തത്. വിവിധ ഭാഷകളിലായി 25ലേറെ സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. കമൽഹാസൻ, രജനീകാന്ത് എന്നിവരോടൊപ്പം അഭിനയിച്ചു. വിനയൻ സംവിധാനം ചെയ്ത അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലാണ് അവസാനമായി അഭിനയിച്ചത്. ഭാര്യയുടെ പേര് ലൈല എന്നാണ്. 2 പെൺമക്കളാണുള്ളത്, റജീന, റഹനത്ത്. അവരെല്ലാവരെയും പൊന്നുപോലെ നോക്കിയൊരു മനുഷ്യനായിരുന്നു. ആരോടും ഒരു ദേഷ്യവും ഒന്നും വാക്കുകൾ തന്നെ നോവിക്കുക പോലുമില്ലായിരുന്നു. അത്രയേറെ നന്നായി തന്നെയാണ് എല്ലാവരെയും നോക്കിക്കൊണ്ടിരുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ എപ്പോഴും വൈറലാവുകയാണ് കമറുദ്ദീന്റെ വാക്കുകൾ. അതുപോലെ തന്നെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് ഇപ്പോൾ കമറുദ്ദീന്റെ ഈ മരണ വാർത്തയും. കാരണം മലയാളി പ്രേക്ഷകർക്ക് ഇപ്പോഴും ഇദ്ദേഹം അത്ഭുതദ്വീപിലെ കഥാപാത്രമായി എത്തിയത് ഓർമ്മയുണ്ടെന്നും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നു. സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർക്ക് അത്രമേൽ പ്രിയപ്പെട്ട കമറുദ്ദീൻ എന്ന അവരുടെ പ്രിയപ്പെട്ട കഥാപാത്രം ചെയ്ത വ്യക്തിയെ ഇപ്പോഴും ഓർമ്മയുള്ളത്. തമിഴിലും മലയാളത്തിലും ഒക്കെ നിരവധി പേരാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ ഓർക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.